ഹലോ സ്റ്റുഡൻസ്, നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഹാഫാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് നോക്കി. അതിനുശേഷം അതിലുള്ള അഡ്രസ്സിങ് സ്കീംസ് കാര്യങ്ങളെല്ലാം പഠിച്ചു. IPv4 IPv6 എല്ലാം മേജർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ എങ്ങനെയാണ് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ NAT ഫങ്ഷനിങ് ആയിട്ടുള്ളത്, പിന്നെ ട്രാൻസിഷൻ IPv4 to IPv6 എന്താണെന്നുള്ളത്, അതിനുള്ള സ്ട്രാറ്റജീസ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അഡ്രസ് മാപ്പിങ്ങും. അഡ്രസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, ഒരു IP അഡ്രസ്സ് അറിയാം, പക്ഷേ അതിൻ്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സ് അറിയണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ IP അഡ്രസ്സിനെ കറസ്പോണ്ടിങ് ഫിസിക്കലിലോട്ട് മാപ്പ് ചെയ്യുക. അതുപോലെ ഫിസിക്കൽ അഡ്രസ്സ് അറിയാം, പക്ഷേ IP അഡ്രസ്സ് അറിയില്ല, ആ കേസിൽ തിരിച്ചും മാപ്പ് ചെയ്യണം, അഡ്രസ് മാപ്പിംഗ്. ഓക്കെ, അതുപോലെ റൂട്ടിംഗ് ആണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അഡ്രസ് മാപ്പിംഗ്. A packet starting from a source host may pass through several different physical networks before finally reaching the destination host. The host and routers are recognized at the network layer level by their logical IP addresses. However, packets pass through physical networks to reach these hosts and routers. അതായത് ഒരു പാക്കറ്റ് സോഴ്സ് ഹോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം അത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ എത്തിച്ചേരുന്നതിനിടയ്ക്ക് അത് ഡിഫറെൻറ്റ് ഫിസിക്കൽ നെറ്റ്വർക്ക്സ് വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഓരോ ഹോസ്റ്റ് റൂട്ടേഴ്സും നെറ്റ്വർക്ക് ലെവലിൽ അതിൻ്റെ ലോജിക്കൽ IP അഡ്രസ്സസ് വഴിയാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണ്, ഈ പാക്കറ്റ്സ് ഫിസിക്കൽ നെറ്റ്വർക്ക്സ് വഴി, നിരവധി ഫിസിക്കൽ നെറ്റ്വർക്ക്സ് വഴി പാസ് ചെയ്തിട്ടാണ് ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ഇൻറ്റൻഡഡ് റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ എത്തിച്ചേരുന്നത്. അപ്പം അറ്റ് ദ ഫിസിക്കൽ ലെവൽ ദ ഹോസ്റ്റ് ആൻഡ് റൂട്ടേഴ്സ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദർ ഫിസിക്കൽ അഡ്രസ്സസ്. ഓക്കെ, ഫിസിക്കൽ ലെവലിൽ ഹോസ്റ്റും റൂട്ടേഴ്സും ഫിസിക്കൽ അഡ്രസ്സ് വഴിയാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫിസിക്കൽ ലെവലിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന അഡ്രസ്സാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഫിസിക്കൽ അഡ്രസ്സ് ഈസ് എ ലോക്കൽ അഡ്രസ്സ്. അതൊരു ലോക്കൽ അഡ്രസ്സാണ്, പക്ഷേ അതെന്താണ്, ലോക്കലി യുണീക്കായിരിക്കും, പക്ഷേ ഒരിക്കലും യൂണിവേഴ്സലി അത് യുണീക്കല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെയാണ് അതൊരു ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് അതിനെ എന്താണ്, ഹാർഡ്വെയർ പാർട്ടിലാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പാക്കറ്റ് അതിനെന്താണ്, ഒരു ഹോസ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൂട്ടറിലോട്ടോ അതിനെ ഡെലിവർ ചെയ്യണമെങ്കിൽ അതിന് 2 ലെവൽ ഓഫ് അഡ്രസ്സിങ്, 2 ലെവൽ ഓഫ് അഡ്രസ്സിങ് റിക്വയർഡ് ആണ്. ഓക്കെ, അതായത് ഒരു പാക്കറ്റ് അതിനൊരു പെർട്ടിക്കുലർ ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടറിലോട്ട് ഡെലിവർ ചെയ്യണമെങ്കിൽ അതിന് 2 ടൈപ്പ് അഡ്രസ്സ് റിക്വയർഡ് ആണ്. ഏതൊക്കെയാണത്, ലോജിക്കൽ അഡ്രസ്സും അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സും. അപ്പോൾ എന്താണ്, ഈ ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് ലോജിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇത് മാപ്പിംഗ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഒന്നുകിൽ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക്കലിയാണ് ഈ മാപ്പിംഗ് പെർഫോം ചെയ്യുന്നത്. സ്റ്റാറ്റിക് മാപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ, അതായത് നെറ്റ്വർക്കിലുള്ള ഓരോ മെഷീൻ്റെ ഒപ്പം എന്താണ് ഒരു പെർട്ടിക്കുലർ ടേബിൾ ഉണ്ടാവും. ആ ടേബിളാണ് എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഡൈനാമിക് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓരോ സമയത്ത് എന്താണ്, ഇൻ ദിസ് ഈച്ച് ടൈം എ മെഷീൻ നോസ് വൺ ഓഫ് ദ 2 അഡ്രസ്സസ് ഇറ്റ് ക്യാൻ യൂസ് എ പ്രോട്ടോകോൾ ടു ഫൈൻഡ് ദ അതർ വൺ. അതായത് ഡൈനാമിക് മാപ്പിങ്ങിൽ ഒരു മെഷീൻ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സേ അതിൻ്റെ കയ്യിലുണ്ടാവുള്ളൂ, അതായത് ഐദർ ലോജിക്കൽ ഓർ ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ എന്താണ്, മറ്റേത് എന്ത് ചെയ്യും, പെർട്ടിക്കുലർ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് അതായത് ഇപ്പോൾ സപ്പോസ് ലോജിക്കൽ അഡ്രസ്സാണ് കൈവശമുള്ളതെങ്കിൽ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടുപിടിക്കും. ഓക്കെ, മാപ്പിംഗ് ലോജിക്കൽ ടു ഫിസിക്കൽ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ARP. ഓക്കെ, അപ്പം ലോജിക്കൽ അഡ്രസ്സിനോ ഫിസിക്കൽ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ARP പ്രോട്ടോക്കോൾ. റിപ്പീറ്റഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ARP പ്രോട്ടോക്കോൾ എന്നോ അല്ലെങ്കിൽ മാപ്പിംഗ് ലോജിക്കൽ ടു ഫിസിക്കൽ അഡ്രസ്സ് എന്നോ ചോദിച്ചാൽ എഴുതേണ്ട കാര്യമാണ് ഇത്. അപ്പം ഇവിടെ എന്താണ്, സെൻഡർ നോസ് ദ ലോജിക്കൽ അഡ്രസ്സ് ഓഫ് ദ റിസീവർ. റിസീവറിൻ്റെ ലോജിക്കൽ അഡ്രസ്സ് മാത്രമേ ഇവിടെ സെൻഡറിന് അറിയുള്ളൂ. അപ്പോൾ സെൻഡറിന് എന്താണ്, റിസീവറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് റിക്വയർഡ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു റൂട്ടർ ഒരു ARP കൊറി പാക്കറ്റ് ഫോം ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യും.
ഓക്കെ, ആ പാക്കറ്റിൽ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഫിസിക്കൽ, അതുപോലെ തന്നെ IP അഡ്രസ്സസ് ഓഫ് ദി സെൻഡർ ആൻഡ് ദ റിസീവേഴ്സ് IP അഡ്രസ്സ്. ഓക്കെ, അതായത് ഇവിടെ ലോജിക്കൽ ടു ഫിസിക്കൽ അഡ്രസ്സാണ് മാപ്പ് ചെയ്യേണ്ടത്, റിസീവറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു ARP കൊറി പാക്കറ്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടർ ഒരു ARP കൊറി പാക്കറ്റ് ഫോം ചെയ്യും. ആ പാക്കറ്റിൽ ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സെൻഡറിൻ്റെ ഫിസിക്കലും ലോജിക്കൽ അഡ്രസ്സും ഉണ്ടായിരിക്കും, അതുപോലെ റിസീവറിൻ്റെയും IP അഡ്രസ്സ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സെൻഡറിന് റിസീവറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ARP കൊറി പാക്കറ്റ് നെറ്റ്വർക്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ബ്രോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ഇതിലുള്ള നെറ്റ്വർക്കിലുള്ള എല്ലാ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിലോട്ടും, അതായത് ഹോസ്റ്റിലോട്ടും ഇത് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പം ഈ നെറ്റ്വർക്കിലുള്ള എല്ലാ ഹോസ്റ്റ് അല്ലെങ്കിൽ റൂട്ടേഴ്സ് ഈ ARP കൊറി പാക്കറ്റ് റിസീവ് ചെയ്യും, എന്നിട്ട് ആ ARP കൊറി പാക്കറ്റ് പ്രോസസ്സ് ചെയ്യും. ഓക്കെ, പക്ഷേ ആരാണോ അതിൻ്റെ ഇൻറ്റൻറ്റഡ് റെസിപ്പിയൻറ്റ്, ആ റെസിപ്പിയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ IP അഡ്രസ്സ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താണ്, അത് മാത്രം, ആ ഇൻറ്റൻറ്റഡ് റെസിപ്പിയൻറ്റ് മാത്രം ARP റെസ്പോൺസ് പാക്കറ്റ് തിരിച്ച് ഹോസ്റ്റിന് അയച്ച ആൾക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ റെസ്പോൺസ് പാക്കിൽ ഉണ്ടായിരിക്കും എന്ത്, റെസിപ്പിയൻസിൻ്റെ IP അഡ്രസ്സും അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സും. ഓക്കെ, അപ്പം ഈ പാക്കറ്റ് ARP റിപ്ലൈ പാക്കറ്റ് എന്താ ചെയ്യുക, യുണീക്കാസ്റ്റ് ചെയ്യാണ് ചെയ്യുക, ഡയറക്ട്ലി ടു ദ എൻക്വയർ ബൈ യൂസിങ് ദ ഫിസിക്കൽ അഡ്രസ് റിസീവ്ഡ് ഇൻ ദി കൊറി പാക്കറ്റ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. സെൻഡർ ടാർഗറ്റ് മെഷീൻ്റെ IP അഡ്രസ്സ് അറിയാം. അപ്പം എന്താണ്, IP ആസ് ARP ടു ക്രിയേറ്റ് എൻ ARP റിക്വസ്റ്റ് മെസ്സേജ്. ഓക്കെ, അപ്പം എന്താണ്, ARP പാക്കറ്റ് ARP പ്രോട്ടോക്കോളിന് ഒരു ARP റിക്വസ്റ്റ് മെസ്സേജ് ഫോം ചെയ്യാൻ പറയും. അതിലെന്താണ്, സെൻഡറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാവും, IP അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ ടാർഗറ്റിൻ്റെ IP അഡ്രസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ടാർഗറ്റിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് 0 വെച്ചിട്ട് ഫില്ല് ചെയ്യും. മെസ്സേജ് അതിന് ശേഷം എന്ത് ചെയ്യും, pass to the data link layer where it is encapsulated in a frame by using the physical address of the sender as the source address and the physical broadcast address as the destination address. Every host or router receives the frame. ഈ ഫ്രെയിം എല്ലാ ഹോസ്റ്റും റൂട്ടറും റിസീവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്താണ്, ഓൾ മെഷീൻസ് എക്സെപ്റ്റ് ദ വൺ ടാർഗറ്റഡ് ഡ്രോപ്പ് ദ പാക്കറ്റ്. എല്ലാ ടാർഗറ്റഡ് മെഷീൻ മാത്രം അത് നിലനിർത്തും, പാക്കറ്റ് നിലനിർത്തും. മറ്റുള്ള എല്ലാ ഹോസ്റ്റും റൂട്ടേഴ്സും പാക്കറ്റ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ടാർഗറ്റ് മെഷീൻ ഒരു ARP റിപ്ലൈ മെസ്സേജ് വെച്ചിട്ട് റിപ്ലൈ ചെയ്യും. അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് എംബെഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ സെൻഡർ റിസീവ്സ് ദ റിപ്ലൈ മെസ്സേജ്, ഇറ്റ് നോസ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ ടാർഗറ്റ് മെഷീൻ. അടുത്തത് മാപ്പിംഗ് ഫിസിക്കൽ ടു ലോജിക്കൽ അഡ്രസ്സ്. ഓക്കെ, അതായത് ഹോസ്റ്റിന് ഫിസിക്കൽ അഡ്രസ്സ് അറിയാം, പക്ഷേ അതിൻ്റെ ലോജിക്കൽ അഡ്രസ്സ് അറിയില്ല. അപ്പോൾ എന്താണ്, ദിസ് മേ ഹാപ്പൻ ഇൻ 2 cases. എ ഡിസ്ലെസ് സ്റ്റേഷൻ ഇസ് ജസ്റ്റ് ബൂട്ടഡ്. ഓക്കെ, ആ ഒരു സെനാരിയോയിൽ എന്താണ്, അതിൻ്റെ IP അഡ്രസ്സ് അറിയില്ല. ദ സ്റ്റേഷൻ ക്യാൻ ഫൈൻഡ് ഇറ്റ്സ് ഫിസിക്കൽ അഡ്രസ് ബൈ ചെക്കിങ് ഇറ്റ്സ് ഇൻ്റർഫേസ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് നോ ഇറ്റ്സ് IP അഡ്രസ്. An organization does not have enough IP addresses to assign to each station. It needs to assign IP addresses on demand. ഓക്കെ, അതുപോലെ an organization does not have enough IP addresses, അതായത് സഫീഷ്യൻറ്റ് IP അഡ്രസ്സസ് ഇല്ല ഓരോ സ്റ്റേഷനും അസൈൻ ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഓൺ ഡിമാൻഡ് അനുസരിച്ചിട്ട് IP അഡ്രസ്സസ് അസൈൻ ചെയ്യണം. അപ്പോൾ RARP, BOOTP, DHCP ഇത് മൂന്നും ഫിസിക്കൽ അഡ്രസ്സിനെ ലോജിക്കൽ അഡ്രസ്സിലോട്ട് മാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ്. RARP എന്ന് പറയുമ്പോൾ റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ RARP finds the logical address for a machine that knows only its physical address. അതുപോലെ BOOTP, the bootstrap protocol. BOOTP is a client server protocol designed to provide physical address to logical address mapping. ഓക്കെ, അതുപോലെ BOOTPയുടെ ഒക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. DHCP, the dynamic host configuration protocol. DHCP has been devised to provide static and dynamic address allocation that can be manual or ഓട്ടോമാറ്റിക്കും. ഓക്കെ, സ്റ്റാറ്റിക്കും അതുപോലെ ഡൈനാമിക്കും ആയിട്ടുള്ള അഡ്രസ് അലൊക്കേഷന് ആണ് DHCP യൂസ് ചെയ്യുന്നത്. പിന്നെ BOOTP എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ്. ഓക്കെ, നേരെ മറിച്ച് RARP എന്ന് പറയുന്നത് ഒരു മെഷീനിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്.
അടുത്തത് ICMP പ്രോട്ടോക്കോൾ, ദ ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ICMP. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു കോമ്പൻസേറ്റ് ഫോർ 2 ഡെഫിഷ്യൻസീസ് ഓഫ് IP പ്രോട്ടോക്കോളിൻ്റെ 2 ഡെഫിഷ്യൻസീസ് കോമ്പൻസേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. IP പ്രോട്ടോക്കോളിൽ ഒന്നെന്ന് പറയുന്നത് എറർ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ എറർ കറക്റ്റിംഗ് മെക്കാനിസംസ് ഇല്ല. അതുപോലെ IP പ്രോട്ടോക്കോളിൽ അതുപോലെ തന്നെ കൊറീസ് മാനേജ് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻസ് ഒന്നും IP പ്രോട്ടോക്കോളിലില്ല. അപ്പം ICMP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് വരുന്ന മെസ്സേജസിന് 2 ബ്രോഡ് കാറ്റഗറീസിൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസും അതുപോലെ തന്നെ കൊറിയ മെസ്സേജസും. എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ് റിപ്പോർട്ട് പ്രോബ്ലംസ് ദാറ്റ് എ റൂട്ടർ ഓർ എ ഹോസ്റ്റ് മേ എൻകൗണ്ടർ വെൻ ഇറ്റ് പ്രോസസ് IP പാക്കറ്റ്. അതായത് ഒരു IP പാക്കറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു റൂട്ടർ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാക്കറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അറൈസ് ചെയ്യുന്ന പ്രോബ്ലംസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എറർ റിപ്പോർട്ടിംഗ് മെസ്സേജസ്. ഓക്കെ, കുറേ മെസ്സേജസ് എന്ന് പറയുന്നത് അതായത് ഒരു ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാനേജർ എന്താണ് the query messages which occur in pairs help a host or a network manager get specific information from a router or another host. അതായത് നെറ്റ്വർക്കിൽ ഒരു പെർട്ടിക്കുലർ റൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൽ നിന്നോ എന്തെങ്കിലും സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് query മെസ്സേജസ്. ഓക്കെ, query ചെയ്താൽ ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻസ് കിട്ടാം. ഓക്കെ, ICMP always reports error messages to the original source. എറർ മെസ്സേജസ് ഒറിജിനൽ സോഴ്സിനാണ് ICMP പ്രോട്ടോക്കോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 5 types of errors are handled. എറേഴ്സ് 5 ടൈപ്പാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ, സോഴ്സ് കിഞ്ച്, ടൈം എക്സീഡഡ്, പാരാമീറ്റർ പ്രോബ്ലംസ് ആൻഡ് റീഡയറക്ഷൻ. ഈ 5 ടൈപ്പ് എറേഴ്സാണ് ICMP പ്രോട്ടോക്കോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റൂട്ടറിന് ഒരു ഡാറ്റാഗ്രാം റൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് ഒരു ഹോസ്റ്റിന് ഒരു ഡാറ്റാഗ്രാം ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. ആ കേസിൽ എന്താണ്, ഡാറ്റാഗ്രാം ഇസ് ഡിസ്കാർഡഡ് ആൻഡ് ദ റൂട്ടർ ഓർ ദ ഹോസ്റ്റ് സെൻഡ് എ ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ മെസ്സേജ് ബാക്ക് ടു ദ സോഴ്സ് ഹോസ്റ്റ് ദാറ്റ് ഇനീഷ്യേറ്റഡ് ദ ഡാറ്റാഗ്രാം. ഓക്കെ, അതായത് ഒരു ഡാറ്റാഗ്രാം ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. ആ കേസിൽ ഡാറ്റാഗ്രാം ഡിസ്കാർഡ് ചെയ്യും, എന്നിട്ട് സോഴ്സിന് എന്താണ് ഒരു ഡെസ്റ്റിനേഷൻ അൺറീച്ചബിൾ മെസ്സേജ് തിരിച്ചയച്ചു കൊടുക്കും. അടുത്തത് സോഴ്സ് കിഞ്ച്. When a router or host discards a datagram due to congestion, it sends a source kinch message to the center of the datagram. അതായത് ഒരു ഡാറ്റാഗ്രാം കൺജഷൻ കാരണം ഡിസ്കാർഡ് ചെയ്യുന്നു, നെറ്റ്വർക്കിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്യുന്നു. ആ കേസിൽ എന്താണ്, റൂട്ടർ തിരിച്ച് സോഴ്സിന് അയച്ചു കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ സെൻറ്ററിന് അയച്ചു കൊടുക്കുന്നതാണ് ഒരു സോഴ്സ് കിഞ്ച് മെസ്സേജ്. അടുത്തത് ടൈം എക്സീഡഡ്. 2 കേസിലാണ് ടൈം എക്സീഡഡ് മെസ്സേജ് ജനറേറ്റ് ചെയ്യുന്നത്. If there are errors in one or more routing tables, a packet can travel in a loop or a cycle, going from one router to the next or visiting a series of routers endlessly. ഓക്കെ, അതായത് എന്താണ്, 1 or more റൂട്ടിംഗ് ടേബിൾസിൽ എറേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഒരു പാക്കറ്റിന് ഒരു കണ്ടിന്യൂസ് ലൂപ്പിൽ അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഒരു റൂട്ടിൽ നിന്ന് അടുത്ത് അങ്ങനെ ഒരു എന്താണ് എൻലെസ് ആയിട്ട് ഇങ്ങനെ റൂട്ടേഴ്സ് എന്താണ് ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്താണ്, ടൈം ടു ലിവ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ 0 ആവുന്നു. ഓക്കെ, അതായത് ഡിക്രിമെൻ്റ് ചെയ്ത് പോകുന്നൊരു വാല്യൂ ആണ് ടൈം ടു ലിവ്. ഓക്കെ, അത് ഓരോ ഹോസ്റ്റിലോട്ടും പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ഇങ്ങനെ എക്സ്പയർഡ് ആവുന്നതിനനുസരിച്ചിട്ട് അത് ഡിക്രിമെൻ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ എന്താണ്, റൂട്ടർ ഡാറ്റാഗ്രാം ഡിസ്കാർഡ് ചെയ്യും. ആ കേസിൽ ടൈം എക്സീഡഡ് മെസ്സേജസ് ആണ് വരുന്നത്. അടുത്തത് പാരാമീറ്റർ പ്രോബ്ലംസ്. If a router or the destination host discovers an ambiguous or missing value in any field of the datagram, it discards the datagram and sends a parameter problem message back to the source. അതായത് റൂട്ടറോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റോ എന്തെങ്കിലും ഒരു ആംബിഗസ് അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂ ഡാറ്റാഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഡാറ്റാഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാസ് എംബെഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോം. ഓക്കെ, ആ വന്നിരിക്കുന്നൊരു ഡാറ്റാഗ്രാം പാക്കറ്റിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ വാല്യൂ മിസ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ആംബിഗസ് ആയിട്ടോ കാണുകയാണെങ്കിൽ ഡാറ്റാഗ്രാം ഡിസ്കാർഡ് ചെയ്യും, എന്നിട്ട് തിരിച്ച് സോഴ്സിന് ഒരു മെസ്സേജ് അയക്കും. അതാണ് പാരാമീറ്റർ പ്രോബ്ലം മെസ്സേജ്. അടുത്തത് റീഡയറക്ഷൻ. The hosts usually use static routing. The router updates its table dynamically. To update the address of the host, it sends a redirection message. ഹോസ്റ്റ് യൂഷ്വലി സ്റ്റാറ്റിക് റൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. ദ റൂട്ടർ ഇറ്റ്സ് ടേബിൾ ഡൈനാമിക്കലി അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഹോസ്റ്റ് ഇറ്റ് സെൻഡ്സ് എ റീഡയറക്ഷൻ മെസ്സേജ്.
അടുത്തത് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ, IGMP. Some processes sometimes need to send the same message to a large number of receivers simultaneously. This is called multicasting, which is a one-to-many communication. The Internet Group Management Protocol is one of the necessary but not sufficient protocols that is involved in multicasting. അതായത് ഒരു സെയിം മെസ്സേജ് ലാർജ് നമ്പർ ഓഫ് റിസീവേഴ്സിന് സൈമിൾട്ടേനിയസ് ആയിട്ട് അയച്ചു കൊടുക്കണം. അതിനാണ് മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയുന്നത്, വൺ ടു മെനി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം IGMP എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിങ്ങിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളാണ്. ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടികാസ്റ്റിംഗ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ, ഇറ്റ് ഈസ് എ പ്രോട്ടോക്കോൾ ദാറ്റ് മാനേജസ് ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഗ്രൂപ്പ് മെമ്പർഷിപ്പ് മാനേജ് ചെയ്യാനാണ് IGMP യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ദ മൾട്ടികാസ്റ്റ് റൂട്ടേഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് ഓഫ് ഹോസ്റ്റ് കണക്റ്റഡ് ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ IGMP പ്രോട്ടോക്കോൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹോസ്റ്റിൻ്റെ മെമ്പർഷിപ്പ് സ്റ്റാറ്റസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ IGMP മെസ്സേജസിന് 4 കാറ്റഗറൈസ് ചെയ്യാം: ജനറൽ ക്വറി, സ്പെഷ്യൽ ക്വറി, മെമ്പർഷിപ്പ് റിപ്പോർട്ട് ആൻഡ് ലീവ് റിപ്പോർട്ട്. ഡെലിവറി. ഓക്കെ, ഡെലിവറി വെച്ചാൽ എന്താണ്? റെഫേഴ്സ് ടു ദ വേ എ പാക്കറ്റ് ഇസ് ഹാൻഡിൽഡ് ബൈ ദ അണ്ടർലൈങ് നെറ്റ്വർക്ക്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ. എ ഡെലിവറി ഓഫ് എ പാക്കറ്റ് ടു ഇറ്റ്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ യൂസിങ് 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡെലിവറി. ഒന്നെന്ന് പറയാൻ ഡയറക്റ്റ് ഡെലിവറി. ഇഫ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് ദ പാക്കറ്റ് ഈസ് എ ഹോസ്റ്റ് കണക്റ്റഡ് ടു ദ സെയിം ഫിസിക്കൽ നെറ്റ്വർക്ക് ആസ് ദ ഡെലിവറർ. ഓക്കെ, ഡയറക്റ്റ് ഡെലിവറി എന്ന് പറയുമ്പം ഒരു പാക്കറ്റിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റാണ്. ആ ഹോസ്റ്റ് എന്താണ്? ഈ സെയിം ഫിസിക്കൽ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്? അത് ഡയറക്റ്റ് ഡെലിവറിയാണ്. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് ഡെലിവറി ആണെങ്കിൽ ഇഫ് ദ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് ഈസ് നോട്ട് ഓൺ ദി സെയിം നെറ്റ്വർക്ക്, അതായത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് സെയിം നെറ്റ്വർക്കിൽ അല്ല, ആ കേസിൽ അതെന്താണ്? ഇൻഡയറക്റ്റ് ഡെലിവറിയാണ്. ഓക്കെ, അപ്പം ദ പാക്കറ്റ് ഈസ് ഡെലിവേർഡ് ഇൻഡയറക്റ്റ്ലി. അടുത്തത് ഫോർവേഡിംഗ്. ഫോർവേഡിംഗ് റെഫേഴ്സ് ടു ദ വേ എ പാക്കറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേഷൻ. ഓക്കെ, ഫോർവേഡിംഗ് ടെക്നിക്സ് ആണ്. സെവറൽ ടെക്നിക്സ് ക്യാൻ മേക്ക് ദ സൈസ് ഓഫ് ദ റൂട്ടിംഗ് ടേബിൾ മാനേജബിൾ ആൻഡ് ഓൾസോ ഹാൻഡിൽ ഇഷ്യൂസ് സച്ച് ആസ് സെക്യൂരിറ്റി. ഓക്കെ, ഫോർവേഡിംഗ് ടെക്നിക്സിൽ എന്താണ്? There are several techniques that can make the size of the routing table manageable and also handle issues such as security. Next hop method versus root method. The root ഇവിടെ നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡിൽ എന്താണ്? റൂട്ടിംഗ് ടേബിളിൽ നെക്സ്റ്റ് ഹോപ്പിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ അല്ലെങ്കിൽ അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് കംപ്ലീറ്റ് റൂട്ട് വെക്കുന്നതിന് പകരം അടുത്ത സ്റ്റേഷൻ അല്ലെങ്കിൽ അടുത്ത ഹോസ്റ്റ് ഏതാണോ അതിൻ്റെ അഡ്രസ്സ് മാത്രമേ റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടാവുള്ളൂ. അതാണ് നെക്സ്റ്റ് ഹോപ്പ് മെത്തേഡ്. നേരെ മറിച്ച് റൂട്ട് മെത്തേഡിൽ കംപ്ലീറ്റ് റൂട്ടും ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡ് വേഴ്സസ് ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് എൻ എൻട്രി ഫോർ എവറി ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് കണക്റ്റഡ് ടു ദ സെയിം ഫിസിക്കൽ നെറ്റ്വർക്ക്, വി ഹാവ് ഓൺലി one entry that defines the address of the destination network itself. ഓക്കെ, അതായത് പിന്നെ ഫിസിക്കൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഹോസ്റ്റിൻ്റെയും എന്താണ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ നെറ്റ്വർക്കിലുള്ള ഓരോ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്കും ഉള്ള ഒരു എൻട്രി ഉണ്ടായിരിക്കും ഹോസ്റ്റ് സ്പെസിഫിക് മെത്തേഡിൽ. നേരെ മറിച്ച് വി ഹാവ് ഓൺലി വൺ എൻട്രി ദാറ്റ് ഡിഫൈൻസ് ദ അഡ്രസ് ഓഫ് ദ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് ഇറ്റ് സെൽഫ്. നെറ്റ്വർക്ക് സ്പെസിഫിക് മെത്തേഡിൽ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിൻ്റെ ഒരു അഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ മേജർ ടോപ്പിക്കാണ് റൂട്ടിംഗ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിൻ്റെ സ്ട്രൈക്കിംഗ് ഫീച്ചറാണ്. റൂട്ടിംഗ് പെർഫോം ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയറാണ്. ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആണ്. റൂട്ടിംഗ് എന്താണ്, റൂട്ടിംഗ് അൽഗോരിതംസ് എന്താണ്, ഏതൊക്കെയാണ് റൂട്ടിംഗ് അൽഗോരിതംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റൂട്ടിംഗ് ഇറ്റ് റെഫേഴ്സ് ടു ദ വേ റൂട്ടിംഗ് ടേബിൾസ് ആർ ക്രിയേറ്റഡ് ടു ഹെൽപ്പ് ഇൻ ഫോർവേഡിംഗ്. പാക്കറ്റ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അത് ഒരു ടെക്നിക്കാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ടിംഗ്. ഓക്കെ, അതായത് റൂട്ടിംഗ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഫോർവേഡിംഗ് എല്ലാം സക്സസ്ഫുള്ളി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഹോസ്റ്റിന് അല്ലെങ്കിൽ റൂട്ടറിന് റൂട്ടിംഗ് ടേബിൾ ഉണ്ടായിരിക്കും. ആ റൂട്ടിംഗ് ടേബിളിൽ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഓരോ എൻട്രിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് IP പാക്കറ്റിനെ ഡെസ്റ്റിനേഷനിലോട്ട് റൂട്ട് ചെയ്യാൻ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടുള്ള ഓരോ എൻട്രിയും ഈ റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, the routing table can be either static or dynamic. Static routing table contains information entered manually.
ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ എൻറ്റേഴ്സ് ദ റൂട്ട് ഫോർ ഈച്ച് ഡെസ്റ്റിനേഷൻ ഇൻ ടു ദ ടേബിളിൽ സ്റ്റാറ്റിക് ടേബിളിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റർ ഈ നെറ്റ്വർക്കിലുള്ള ഓരോ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട് മാനുവലി എൻ്റർ ചെയ്യും. നേരെ മറിച്ച് ഡൈനാമിക് റൂട്ടിങ്ങിൽ എന്താണ് അപ്ഡേഷൻ പീരിയോഡിക്കലി ആണ് നടക്കുന്നത്. അതായത് ഡൈനാമിക് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള RIP, OSPF, BGP പോലെയുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് പീരിയോഡിക്കലി അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. An internet is divided into autonomous systems. An autonomous system is a group of networks and routers under the authority of a single administration. Autonomous എന്നൊക്കെ കേട്ടിട്ടില്ലേ കോളേജിൻ്റെ, അതുപോലെ ഒരു കൺസെപ്റ്റ്. റൂട്ടിംഗ് ഇൻസൈഡ് an autonomous system is referred to as intra-domain routing. Routing between autonomous systems is referred to as inter-domain routing. ഇൻട്രാ-ഡൊമൈൻ റൂട്ടിങ്ങും അപ്പോൾ അതുപോലെ ഇൻ്റർ-ഡൊമൈൻ റൂട്ടിങ്ങും, അതായത് ഓട്ടോണമസ് സിസ്റ്റംസ് തമ്മിൽ റൂട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർ-ഡൊമൈൻ റൂട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസൈഡ് ഓട്ടോണമസ് സിസ്റ്റം എന്താണ്, അത് ഇൻട്രാ-ഡൊമൈൻ റൂട്ടിംഗ് ആണ്. ഓക്കെ, ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിനുള്ളിൽ ഇൻട്രായും രണ്ട് ഓട്ടോണമസ് സിസ്റ്റംസ് തമ്മിൽ ഇൻ്റർ-ഡൊമൈനും. റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ RIP. ഇറ്റ് ഈസ് എൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഡിസ്റ്റൻസ് വെക്റ്റർ പ്രോട്ടോകോൾ. ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കാം കേട്ടോ. ഡിസ്റ്റൻസ് വെക്റ്റർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റൂട്ടിംഗ് അൽഗോരിതമാണ്, അല്ലെങ്കിൽ ഒരു റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ RIPയിൽ യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് വെക്റ്റർ പ്രോട്ടോക്കോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അതുപോലെ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ് OSPF, അത് ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് OSPF. ഓക്കെ, അതുപോലെ BGP എന്ന് പറയുന്നത് പാത്ത് വെക്റ്റർ പ്രോട്ടോക്കോളിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഇതൊക്കെ വൺ വേർഡിൽ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി റൂട്ടിംഗ് പ്രോട്ടോക്കോളിൽ ഫസ്റ്റ് വണ്ണാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. അപ്പം ഇതൊരു ഈസി ആയിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൽ എന്താണ്, രണ്ട് നോഡ്സ് തമ്മിലുള്ള ലീസ്റ്റ് കോസ്റ്റ് റൂട്ട് അതെന്താണ്, അത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റൂട്ട്. അതായത് നെറ്റ്വർക്കിലുള്ള രണ്ട് നോഡ്സ് തമ്മിലുള്ള ലീസ്റ്റ് കോസ്റ്റ് റൂട്ട് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവിടെ റൂട്ടിംഗ് പെർഫോം ചെയ്യുന്നത്. ലീസ്റ്റ് കോസ്റ്റ് റൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് നോഡുകൾ തമ്മിൽ മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യാം അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് പ്രോട്ടോകോൾ, ആസ് ദ നെയിം ഇംപ്ലൈസ്, ഈച്ച് നോഡ് മെയിൻറ്റെയിൻസ് എ വെക്റ്റർ ഓഫ് മിനിമം ഡിസ്റ്റൻസസ് ടു എവറി നോഡ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡിനും ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഓരോ നോഡും ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. ആ ടേബിളിൽ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡിലേക്കും ഉള്ള മിനിമം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ആ ടേബിളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു നെറ്റ്വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡയഗ്രാം കണ്ടില്ലേ, ABCDE 5 നോഡുള്ള ഒരു നെറ്റ്വർക്ക് കണ്ടില്ലേ. A to B കണക്റ്റഡ് ആണ്, എയിൽ നിന്ന് സിയിലോട്ടും ബിയിലോട്ടും ഡിയിലും കണക്റ്റഡ് ആണ്, സിയിൽ നിന്ന് ഇയിലോട്ട് കണക്റ്റഡ് ആണ്, ബിയിൽ നിന്നും ഇയിലോട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ ഓരോ നോഡിൻ്റെ കയ്യിലും ഒരു ടേബിൾ കണ്ടില്ലേ, A സ്റ്റേബിൾ, B സ്റ്റേബിൾ, E സ്റ്റേബിൾ, C സ്റ്റേബിൾ, D സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഓരോ ടേബിളിലും ഉണ്ടായിരിക്കും ഈ നെറ്റ്വർക്കിലുള്ള ഓരോ നോഡിലേക്കുമുള്ള മിനിമം ഡിസ്റ്റൻസസ്. ഓക്കെ, അപ്പം ഈ ഇമേജ് നോക്കുക.